മഴക്കാലത്ത് നമ്മുടെ പ്രകൃതിക്ക് വർണ്ണിക്കാനാവാത്ത സൗന്ദര്യമാണ്. മലമുകളിൽ നിന്ന് കുതിച്ചു ചാടി നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലം സമ്മാനിക്കുന്ന മനോഹര കാഴ്ചകളിൽ പ്രധാനപ്പെട്ടതാണ്. വെള്ളച്ചാട്ടം എപ്പോഴും താഴോട്ടല്ലേ ഒഴുകാറ്? എന്നാൽ വെള്ളച്ചാട്ടം മുകളിലേക്ക് ഒഴുകുന്ന കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. അസാധ്യമായ കാര്യം എന്നല്ല തോന്നുക. എന്നാൽ അങ്ങനെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. മറ്റെങ്ങുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ. മഹാരാഷ്ട്രയിലെ നാനേഘട്ടിന് സമീപമുള്ള റിവേഴ്സ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ വെള്ളം തറ തൊടാറില്ല. ഇതിനു പിന്നിലെ കാരണം നിസ്സാരമാണ്. കാറ്റാണ് ഇതിനു പിന്നിൽ. വെള്ളം താഴേക്ക് വീഴുന്നതിന് മുൻപ് തന്നെ കാറ്റ് വെള്ളത്തെ പറത്തിക്കൊണ്ടുപോകും. അത്ര വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. കുത്തനെയുള്ള വെള്ളച്ചാട്ടങ്ങളുടെ സമീപത്ത് വലിയ തുറസായ പ്രദേശങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ഈ വെള്ളച്ചാട്ടം പോലെ വലിയ താഴ്വരയിലേക്കൊക്കെ വെള്ളം പതിക്കുമ്പോൾ അവയെ കാറ്റിന് എളുപ്പത്തിൽ സ്വാധീനിക്കാനാകും. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിനും ഡക്കാൻ പീഠഭൂമിക്കും സമീപമുള്ള പർവ്വതനിരയാണ് നാനേഘട്ട്. 5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ട്രക്കിങ്ങിലൂടെ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ കഴിയൂ. മൺസൂൺ കാലത്താണ് ഈ കാഴ്ച ഏറ്റവും സുന്ദരമായി ആസ്വദിക്കാനാകുക. വെള്ളച്ചാട്ടത്തിന് മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ പച്ച പുതച്ച പർവ്വത നിരകൾക്കിടയിൽ മഞ്ഞിനും മഴയ്ക്കുമൊപ്പം കാറ്റ് പറത്തിക്കൊണ്ടുപോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച മറക്കാനാവാത്ത ഒരു അനുഭവമാണ് സമ്മാനിക്കുക. ഇതിന് സമാനമായ വെള്ളച്ചാട്ടങ്ങൾ വേറെയുമുണ്ട് ഇവിടെ. അതൊരു ഉദാഹരണമാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിക്ക് സമീപത്തെ ഒരു വെള്ളച്ചാട്ടം. ഈ റിവേഴ്സ് വാട്ടർഫോളും മണിക്കൂറിൽ 74 കിലോമീറ്ററോളം വേഗത്തിൽ വീശുന്ന കാറ്റിനെ തുടർന്നാണ് മുകളിലേക്ക് ഒഴുകുന്നത്. കൂടാതെ സിഡ്നിയിലെ തന്നെ കാമോ ബോട്ടണി ബേ മേഖലയിലെ വെള്ളച്ചാട്ടം, ഐസ്ലൻഡിലെ റുബേൻഡി, UK-യിലെ പീക്ക്, മഹാരാഷ്ട്രയിൽ തന്നെയുള്ള അംബോലി വെള്ളച്ചാട്ടം തുടങ്ങിയവയും റിവേഴ്സ് വെള്ളച്ചാട്ടം എന്ന പ്രതിഭാസത്തിന് ഉദാഹരണമാണ്. രസകരമായ മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.